ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ബന്ദിമോചനമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് സാധ്യമായത്. ഒന്നാം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പാലസ്തീൻ അനുകൂല, ഹമാസ് അനുകൂല മാധ്യമങ്ങളും അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങളും ഈ ബന്ദിമോചനത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് തന്നെ ലോകത്തെ കാണിച്ചു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഹമാസ് തങ്ങൾക്ക് ശക്തിയുണ്ട്, ഗാസയിൽ ഇനിയും തങ്ങൾക്ക് വലിയ പിടിപാടുണ്ട് എന്ന് കാണിക്കാനുള്ള പല ഗിമ്മിക്കുകളും ഈ സമയം കാണിക്കുകയും ചെയ്തു. അതിലൊന്നായിരുന്നു ഈ ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറുന്ന ആ ഒരു ചടങ്ങ്. അതായത് ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഈ ബന്ദികളെയും കൊണ്ടുള്ള വാഹനങ്ങൾ കടന്നു വരുന്നു. പിക്കപ്പ് ട്രക്കുകൾ സമാനമായ വാഹനങ്ങൾ വരുന്നു. ആ വാഹനങ്ങൾ ഒരു സിറ്റിയിൽ, ഒരു പട്ടണത്തിൻ്റെ നടുക്കുള്ള ഒരു പ്രദേശത്ത് എത്തുന്നു. അവിടെ നിരവധി ആളുകൾ ചുറ്റും നിൽക്കുന്നു. എന്നാൽ 200ഓളം വരുന്ന ഹമാസിൻ്റെയും പാലസ്തീൻ ജിഹാദിൻ്റെയും ഭീകരന്മാർ പൂർണ്ണമായും മുഖമടക്കം മറച്ചുകൊണ്ട് സൈനിക വേഷത്തിൽ പച്ച ഹെഡ് ബാൻഡ് ധരിച്ചുകൊണ്ട് കയ്യിൽ ഏറ്റവും ആധുനികമായ തോക്കുകളുമേന്തി, ചിലരൊക്കെ മെഷീൻ ഗണ്ണുകൾ, അതുപോലെ AK-47 അടക്കമുള്ള അത്യാധുനികമായ AK-47 ഉൾപ്പെടെയുള്ള ആധുനികമായ തോക്കുകൾ, ചിലരുടെ കയ്യിൽ റോക്കറ്റ് ലോഞ്ചറുകൾ, അതുപോലെ തന്നെ മറ്റ് ആധുനികമായ യുദ്ധോപകരണങ്ങളൊക്കെ കയ്യിലുണ്ട്. അവരിങ്ങനെ ഈ ബന്ദികൾ എത്തുന്ന വാഹനത്തെ സ്വീകരിക്കുന്നു. ബന്ദികൾക്ക് ഇരുവശവും സുരക്ഷയൊരുക്കി ബന്ദികളെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുന്നു. ഹമാസിൻ്റെ ഭീകര നേതാക്കളിൽ ഒരാളും റെഡ് ക്രോസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ചേർന്ന് ബന്ദി കൈമാറ്റം സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ഒപ്പുവയ്ക്കുന്നു, ചില സർട്ടിഫിക്കറ്റുകൾ കൈമാറുന്നു. അതിനുശേഷം ബന്ദികൾ ഈ ആളുകളെ, ജനങ്ങളെ കൈവീശി കാണിച്ചുകൊണ്ട് റെഡ് ക്രോസിൻ്റെ വാഹനത്തിൽ പോകുന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അതേസമയം ഈ ദൃശ്യങ്ങൾ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ലോകത്തിന് നൽകാൻ തന്നെയാണ് ഇത്രയും സംവിധാനങ്ങൾ ഹമാസ് അവിടെ ഗാസയുടെ ഏതോ ഒരു പ്രദേശത്ത് ഒരുക്കിയത്. ആ സന്ദേശം മറ്റൊന്നുമല്ല, ഗാസയിൽ ഇപ്പോഴും ഹമാസിന് ശക്തിയുണ്ട്. ഗാസയിൽ ഹമാസ് പുനരുജ്ജീവിച്ചിരിക്കുന്നു. ഗാസയുടെ പ്രദേശങ്ങളിൽ വീണ്ടും ഹമാസ് അവരുടെ ശക്തമായ സാന്നിധ്യം നേടിയെടുത്തിരിക്കുന്നു. ഗാസ വീണ്ടും ഹമാസിൻ്റെ കാൽക്കീഴിലായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല, ഇത് ലോകത്തിന് നൽകുമ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക ലോകത്തിന് അത് നൽകുന്നത് ഇരട്ടി ഊർജമാണ്. നമ്മുടെ ഹമാസ് ഇതാ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ഹമാസിൻ്റെ സൈനിക ശക്തി കണ്ടുകൊള്ളൂ. നമ്മുടെ ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് ഗാസയിലെ ഭൂപ്രദേശങ്ങളിൽ വലിയൊരു ഭാഗം ഇപ്പോഴും. ബന്ദികളെ ഇങ്ങനെ കൊണ്ടുവരികയും റെഡ് ക്രോസിന് കൈമാറുകയും ചെയ്തത് ചിത്രീകരിച്ച് ലോകത്തിന് മുന്നിൽ കാണിച്ചതോടുകൂടി സ്വയം അവരുടെ പടുകുഴി തോണ്ടിയിരിക്കുകയാണ് ഹമാസ് എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം ഐഡന്റിറ്റി ഒരു തരത്തിലും വെളിപ്പെടരുതെന്ന് കൃത്യമായ ബോധത്തോടെ, വാശിയോടുകൂടി, കണ്ണുപോലും പുറത്തു കാണിക്കാതെയാണ് ഇങ്ങനെ ഹമാസിന്റെ ഭീകരന്മാർ ഇങ്ങനെ ബന്ദികൾക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ബന്ദികളുടെ ചുറ്റിങ്ങനെ നിൽക്കുന്നത്. അതേസമയം ഈ ഹമാസിൻ്റെ ഭീകരന്മാരെ കാത്ത് മൊസാദിൻ്റെ ചാരന്മാർ ഗാസ തെരുവുകളിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. മാളത്തിൽ നിന്ന് പുറത്തു കടന്ന ഹമാസ് ഭീകരന്മാരെ അധികം വൈകാതെ തീർക്കാനുള്ള ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിക്കും. ഇന്നത്തെ ബന്ദിമോചനം സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നതോടുകൂടി വലിയ ആശങ്കയിലായിരിക്കുന്നത് അമേരിക്കയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു വലിയ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലുമായി അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം പങ്കുവച്ച രേഖകളാണ് മാധ്യമങ്ങളുടെ പുറത്തു വന്നത്. പുതുതായി ഹമാസ് 15,000 ഭീകരന്മാരെ അവരുടെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നു. ഹമാസ് ഭീകര ഗ്രൂപ്പിലേക്ക് 15,000 ചെറുപ്പക്കാർ ഏറ്റവും ചുരുങ്ങിയത് ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ 2-3 മാസക്കാലമായി ഇവർ ഹമാസിനൊപ്പം ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആളുകളെ ചേർത്തത് എവിടെ വെച്ചാണ്? ഗാസയുടെ മുക്കിലും മൂലയിലും ഇസ്രായേലി സേന ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എവിടെയാണ് ഇവരുടെ റിക്രൂട്ടിംഗ് നടന്നത്? ഇവർ എവിടത്തുകാരാണ്? പാലസ്തീനിലെ ചെറുപ്പക്കാരാണെങ്കിൽ ഇവർക്ക് എവിടെയാണ് സൈനിക പരിശീലനം ലഭിച്ചത്? അപ്പോൾ അമേരിക്കയുടെ ഇന്റലിജൻസ് ബ്യൂറോ തന്നെ പറയുന്നു, ഇതിൽ പലർക്കും സൈനിക പരിശീലനം ലഭിച്ചിട്ടില്ല. അവർ നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയാണ്. കയ്യിലൊരു തോക്കും പിടിച്ച് വെടിവെക്കാൻ പോലും അറിയാത്തവരെ, ആളുകളെ, ഈ ഭീകരന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് തങ്ങളുടെ സൈനിക ബലത്തെക്കുറിച്ച്, സൈനിക ശേഷിയെക്കുറിച്ച് ഹമാസ് ഇങ്ങനെ ലോകത്തിന് മുന്നിൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്നത്.
അതേസമയം ഗാസയിലെ മാറ്റങ്ങൾ, ഡെവലപ്മെന്റ്സ് ഓരോന്നായി വീക്ഷിക്കുകയാണ് CIA-യും അതുപോലെ മൊസാദും ഷിൻബെറ്റും ഒക്കെ. ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ സൈനിക മാറ്റമുണ്ടായതിന് പിന്നാലെ ഗാസയിൽ ഹമാസ് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ അവസ്ഥ തുടർന്നാൽ ഇനിയും ഇസ്രായേലിന് ഗാസയിൽ നിന്ന് ഭീഷണി ഉണ്ടാകും, ഹമാസിൽ നിന്ന് ഭീഷണി ഉണ്ടാകും. ഈ 16 മാസക്കാലം ഇസ്രായേൽ നടത്തിയ യുദ്ധം വൃഥാവിലാകും. ആ യുദ്ധത്തിന് ഒരു ഗുണവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യം എന്നേക്കും അവസാനിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് വീണ്ടും നീങ്ങുകയാണ് ഇസ്രായേൽ. ഇതിന് ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. താൽക്കാലികമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് തന്നെ ബന്ദികളിൽ പരമാവധി പേരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ബന്ദികളിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് പോലും ഇപ്പോഴും ഒരു രാജ്യത്തിനും അറിയില്ല, ഹമാസിന് പോലും ഉറപ്പില്ല. അങ്ങനെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ചില നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ഹമാസ് ബന്ദിമോചനത്തിന് തയ്യാറായി ബന്ദികളെ മോചിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിലെ ബന്ദിമോചനത്തിലൂടെ തന്നെ ഈജിപ്തിനും ഖത്തറിനും ഇക്കാര്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ബോധ്യപ്പെട്ടു. രണ്ടാം ബന്ദിമോചനം തന്നെ ഫിലാഡൽഫി ഇടനാഴിയിൽ വെച്ചാവുകയും ആ ഇടനാഴിയിലേക്ക് 100 കണക്കിന് ഹമാസിൻ്റെ ഭീകരന്മാർ എത്തുകയും ചെയ്തപ്പോൾ എവിടെയൊക്കെയോ ഭീകരന്മാർക്ക് ഒളിയിടമൊരുക്കുകയും ബന്ദികളെ ഒളിപ്പിക്കാൻ സൗകര്യം ചെയ്യുകയും ചെയ്ത അയൽ രാജ്യത്തിൻ്റെ ചതിയാണ് മറനീക്കി പുറത്തു വന്നത്. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി മിണ്ടിയിട്ടില്ല. അതേസമയം അമേരിക്ക ചില നടപടികൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു. ഖത്തറിൽ നിന്ന് അമേരിക്കയുടെ സൈനിക ബേസ് ക്യാമ്പ് മാറ്റുകയാണ് എന്ന വലിയ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നു. UAE-യിലേക്കാണ് പുതിയ സൈനിക ക്യാമ്പ് അമേരിക്ക മാറ്റുന്നത്. അതായത് ഖത്തറുമായി പതിയെ തങ്ങളുടെ ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയാണ് അമേരിക്ക. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഗാസയുടെ തെരുവുകളുടെ നിയന്ത്രണം ഹമാസ് ഭീകരന്മാർ പിടിച്ചെടുത്തിരിക്കുന്നു. ഗാസയിൽ നിന്ന് ഇനിയും ഇസ്രായേലിലേക്ക് പ്രകോപനങ്ങളുണ്ടാകാം, ഭീഷണി ഉണ്ടാകാം, ആക്രമണങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ ട്രംപിനോട് നെതന്യാഹുവിൻ്റെ ഒറ്റ വാക്കേ ഉള്ളൂ: ഇനിയും ഹമാസിനെ ഗാസയിൽ അവശേഷിപ്പിക്കരുത്. ബന്ദിമോചനം സാധ്യമാവുകയോ ഇല്ലാതാവുകയോ ചെയ്യുക, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ബന്ദികൾ മോചിപ്പിക്കപ്പെടുകയോ മോചിപ്പിക്കപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ, അതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഹമാസിൻ്റെ ഒരു ഭീകരനെ പോലും ഗാസയിൽ ഞങ്ങൾ അവശേഷിപ്പിക്കില്ല. അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് നെതന്യാഹു ഉറപ്പിച്ചു പറയുന്നു. അമേരിക്ക നെതന്യാഹുവിന് കൈ കൊടുക്കുന്നു. അമേരിക്കയുടെ പച്ചക്കൊടി ഗാസയിൽ വെടിനിർത്തൽ അട്ടിമറിച്ച ഹമാസിന് നേരെ വലിയ ഓപ്പറേഷന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. 3ാം ഘട്ട ബന്ദിമോചനം സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണിപ്പോൾ ഇസ്രായേലും ഹമാസും ഒക്കെ തന്നെ. എന്തായാലും മൊസാദിൻ്റെ ചാരന്മാരുടെ ചാരക്കണ്ണുകൾ ഗാസ തെരുവുകളിൽ ഇപ്പോൾ കൃത്യമായി ഉണ്ട്. ഗാസയിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ, ഭയന്നോടിയ ഹമാസിൻ്റെ ഭീകരന്മാർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ് മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ചാരന്മാർ. കേവലം ഇസ്ലാമിക രാജ്യങ്ങളെ, അറബ് രാജ്യങ്ങളെയൊക്കെ ആവേശത്തിലാക്കാൻ ഹമാസിൻ്റെ ഈ പരിപാടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ നാടകം, ഈ ചിത്രീകരണം ഹമാസ് സ്വയം കുഴി തോണ്ടിയതിന് തുല്യമാണ് എന്ന് യുദ്ധകാര്യ ലേഖകന്മാരും യുദ്ധകാര്യ വിദഗ്ധരും തന്നെ വ്യക്തമായി പറയുന്നു. ഇതുകൊണ്ട് അമേരിക്ക അടങ്ങിയിരിക്കില്ല, ഇസ്രായേൽ അടങ്ങിയിരിക്കില്ല. ഇസ്രായേലും അമേരിക്കയും കൈകോർത്ത് ഹമാസിനെതിരെയുള്ള പുതിയ യുദ്ധമുഖം അധികം വൈകാതെ തുറക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ.